ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ ചോദിക്കട്ടെ, എല്ലാവരുടെയും ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഈ വർഷത്തെ എൻ്റെ തുടക്കം അത്ര ഉഷാറായിരുന്നില്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ആകെ നല്ല പനിയായിരുന്നു. നിങ്ങൾ കേൾക്കുന്നില്ലേ, എൻ്റെ ശബ്ദമൊക്കെ മാറിപ്പോയി, ഒരു പരുവായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മറ്റാരെയും കുറിച്ചല്ല, നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. അതെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെക്കുറിച്ച്. നമ്മുടെയൊക്കെ ഒരു ശീലം എന്താണെന്ന് വെച്ചാൽ, ലോകത്തുള്ള സകല മനുഷ്യരെയും സന്തോഷിപ്പിക്കാൻ നമ്മൾ ഓടി നടക്കും. വീട്ടുകാർക്ക് നല്ല മകനോ മകളോ ആകണം, ഓഫീസിൽ നല്ല ജോലിക്കാരനാവണം, കൂട്ടുകാർക്കിടയിൽ നല്ല മാസാവണം. ഇതിനിടയിൽ നമ്മൾ ഒരു കാര്യം മറന്നു പോകുന്നുണ്ട്. നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ആ ഒരാളെ, അത് മറ്റാരുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. നമുക്ക് പലപ്പോഴും നമ്മളെ സ്നേഹിക്കാൻ വലിയ മടിയാണല്ലേ. മറ്റുള്ളവർക്ക് ഒരു ചെറിയ വിഷമം വന്നാൽ ഓടിച്ചെന്ന് ആശ്വസിപ്പിക്കാൻ നമുക്ക് 100 നാവാണ്. പക്ഷേ നമുക്കൊരു സങ്കടം വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും, അല്ലേ? കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, കുറച്ചുകൂടി വെളുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയരം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് മാത്രം എന്താ ഒന്നും ശരിയാകാത്ത എന്നൊക്കെ ആലോചിച്ച് നെടുവീർപ്പിടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം കേട്ടോ. നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം എങ്ങനെ മാറുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. നിങ്ങളെ മറ്റുള്ളവർ സ്നേഹിക്കുന്നതിനേക്കാൾ മുൻപേ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങണം. അതെങ്ങനെ സാധിക്കും? നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ആ 3 സിമ്പിൾ കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ. ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമായി ചെയ്യാവുന്ന കാര്യങ്ങളാണിവ. നിങ്ങൾ സ്നേഹിക്കാൻ യോഗ്യനാണെന്നും നിങ്ങളുടെ വ്യക്തിത്വം വിലപ്പെട്ടതാണെന്നും തിരിച്ചറിയാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. അതിൽ ഒന്നാമത്തെ വഴിയാണ് അനാവശ്യ ഭാരങ്ങൾ ഇറക്കി വെക്കാം, അതായത് വിട്ടുകളയാൻ പഠിക്കാം. ആദ്യത്തെ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നാം. സ്വയം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ എന്തെങ്കിലും കാര്യം പഠിക്കുകയോ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ വാങ്ങുകയോ ചെയ്യുക എന്നൊന്നുമല്ല. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള അനാവശ്യമായ ചിന്തകളെ വിട്ടുകളയുക എന്നതാണ്. നമുക്ക് നമ്മളോടുള്ള ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ പണ്ടേ ഉണ്ട്. നമ്മളൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ നമ്മളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ. കുഞ്ഞുകുട്ടിയായിരുന്ന സമയത്ത് അന്ന് നമുക്ക് തടിയുണ്ടെന്നോ അല്ലെങ്കിൽ നിറം കുറവായിരുന്നോ എന്നോ ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ എപ്പോഴാണ് അത് മാറിയത്? നമ്മൾ വളർന്നപ്പോൾ സൊസൈറ്റി നമുക്ക് കുറച്ച് റൂൾസ് തന്നു, അല്ലേ? സിനിമകളും മാഗസീൻസും സോഷ്യൽ മീഡിയയൊക്കെ ഇങ്ങനെ ഇരുന്നാലേ നീ കൊള്ളാവൂ എന്ന് നമ്മളെ പഠിപ്പിച്ചു. ഇതിനെയാണ് നമ്മൾ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഈ ചിന്തകളൊക്കെ നമ്മുടെ തോളിൽ വലിയൊരു ലഗേജ് പോലെ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ, ഇതൊക്കെ നമ്മളുടേതാണെന്ന് കരുതി നമ്മൾ കഷ്ടപ്പെടുന്നു. മോഡലുകളെ പോലെ ഇരുന്നാലേ നീ സുന്ദരിയാവൂ, ഇത്ര ശമ്പളം കിട്ടിയാലേ നീ വിജയിക്കൂ എന്നൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ മറ്റുള്ളവർ നമ്മുടെ ചുമരിൽ വെച്ച് തന്ന വലിയ ഭാണ്ഡക്കെട്ടുകളാണ്. നമ്മൾ ഈ അനാവശ്യ ഭാരങ്ങളും ചുമന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് നീങ്ങുക. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ചുമടുകൾ താഴെ വെക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളല്ല നിങ്ങളുടെ വില തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ പഴയ കുഞ്ഞിനെ വീണ്ടെടുക്കുക. ആ കുട്ടിക്ക് സ്നേഹിക്കാൻ കാരണങ്ങളൊന്നും വേണ്ടായിരുന്നു. അതുപോലെ നിങ്ങളെ സ്നേഹിക്കാനും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. പകരം മറ്റുള്ളവർ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ആ പഴയ ചിന്തകളെ ലെറ്റ് ഗോ ചെയ്താൽ മാത്രം മതി. നിങ്ങളായിട്ടിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇനി രണ്ടാമത്തെ വഴി എന്താന്ന് പറയട്ടെ. ആ പഴയ മുറിവുകൾ ഉണക്കാം, അതായത് ക്ഷമിക്കാൻ പഠിക്കാം. നമ്മൾ പണ്ട് ചെയ്ത ചില മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ എടുത്ത തെറ്റായ തീരുമാനങ്ങൾ ഇന്നും ആലോചിച്ച് വിഷമിക്കാറില്ലേ? ഉണ്ട്. അന്ന് ഞാനിത് ചെയ്യേണ്ടായിരുന്നു എന്ന് കരുതി നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആ പഴയ സമയത്ത് നിങ്ങളുടെ അറിവ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് നിങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ ഇരുന്നുകൊണ്ട് പഴയ നിങ്ങളെ കുറ്റപ്പെടുത്തരുത്. ആ തീരുമാനം കാരണമാണ് നിങ്ങൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ പഠിച്ചത് എന്ന് ചിന്തിക്കേ. ആ പഴയ നിങ്ങളോടൊന്ന് നിങ്ങൾ സ്നേഹത്തോടെ സംസാരിച്ചേ. ഇറ്റ്സ് ഓക്കെ, സാരമില്ല എന്ന് പറയൂ. അതുപോലെ തന്നെ മറ്റുള്ളവരോടും ക്ഷമിക്കുക. ചിലർ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, പക്ഷേ അവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും.
അവർക്കും കുറേ പ്രശ്നങ്ങൾ കാണും. അവർ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ വേദനയാകാം നിങ്ങളിലേക്ക് തീർത്തെ. അവർക്ക് ആ സമയത്ത് അതിനേക്കാൾ നന്നായി പെരുമാറാൻ അറിയില്ലായിരുന്നു എന്ന് കരുതിയാൽ നമുക്ക് അവരോട് ക്ഷമിക്കാൻ എളുപ്പമായിരിക്കും. മനസ്സിൽ ദേഷ്യം കൊണ്ട് നടക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് വൈബ്രേഷൻ കളയും. അതുകൊണ്ട് അതും കൂടി അങ്ങ് ഒഴിവാക്കിയേക്കാം. ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, മറ്റുള്ളവരോട് വിദ്വേഷം കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ നമ്മൾ തീക്കട്ട എടുത്ത് പിടിച്ചേക്കുന്ന പോലെയാണ്. പൊള്ളുന്നത് നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് ആ കനൽ അങ്ങ് എറിഞ്ഞു കളയുക. നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഇനി മൂന്നാമത്തെ വഴി, സ്നേഹിക്കാൻ കണ്ടീഷൻസ് വേണ്ട. നമ്മുടെ മനസ്സിൽ കുറേ റൂൾസ് ഉണ്ട്. എനിക്ക് ആ ജോലി കിട്ടിയാൽ ഞാൻ ഹാപ്പിയാകും, അല്ലെങ്കിൽ എല്ലാവരും എന്നെ പുകഴ്ത്തിയാൽ ഞാൻ എന്നെ സ്നേഹിക്കും. ഇതൊക്കെ വെറും റൂൾസ് മാത്രമാണ്. ഇതിനർത്ഥം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് കാത്തിരിക്കുന്നു എന്നല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ലൈഫിൽ എന്തിനാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൂൾസ്? നമുക്ക് ആ റൂൾസ് ഒന്ന് മാറ്റി നോക്കിയാലോ? ഞാനായിരിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ എന്നെ സ്നേഹിക്കുന്നു, അത്രേ ഉള്ള കാര്യം. നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾ സക്സസ്ഫുൾ ആണെങ്കിലും അല്ലെങ്കിലും, നിങ്ങൾ ഈ ലോകത്തൊരു അത്ഭുതമാണ്. അങ്ങനെ ചിന്തിക്കേ. പിന്നെ നമ്മുടെ ഫോക്കസ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് നമുക്കില്ലാത്ത കാര്യങ്ങളിലാണ്. അതിനു പകരം ഈ നിമിഷം നിങ്ങൾക്കുള്ള കാര്യങ്ങളിൽ ഒന്ന് സന്തോഷിച്ചു നോക്കൂ. ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ കഴിഞ്ഞതിന്, അല്ലെങ്കിൽ നല്ലൊരു ചായ കുടിക്കാൻ കഴിഞ്ഞതിന്, അല്ലെങ്കിൽ ഈ വീഡിയോ കാണാൻ സാധിച്ചതിന്, ഇതിനൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കുറവുകളിലല്ല, ഉള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യും. ഞാനിവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അനാവശ്യ ഭാരങ്ങൾ ഇറക്കി വെക്കാം, അല്ലെങ്കിൽ വിട്ടുകളയാൻ പഠിക്കാം. രണ്ടാമത്തേത് ഫോർഗീവ്നെസ്, അതായത് ആ പഴയ മുറിവുകൾ ഉണക്കാം. മൂന്നാമത്തേത് സ്നേഹിക്കാൻ കണ്ടീഷൻസ് വേണ്ട എന്നത്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് തോന്നുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ എക്സസൈസ് പറയട്ടെ. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പറയുന്നതിന് പകരം, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് വിശ്വസിക്കാൻ ഞാൻ ചൂസ് ചെയ്യുന്നു എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണെന്ന്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്കത് മാറ്റിപ്പിടിക്കാനും പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ഈ ലോകം മുഴുവൻ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. അതാണ് മാജിക്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.